പറഞ്ഞാൽ ജയം ആഗ്രഹിക്കുന്നവൻ എങ്ങനെയും ജീവിച്ചു പോകണം. കറ്റെങ്ങനെ എസ്എൽസി ജയിക്കണം. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഫുൾ A+ വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ. വിശേഷപ്പെട്ട ജയം വിജയം, വിശേഷപ്പെട്ട ജയം വിജയം, വികാസമുള്ള ജയം. ആ വികാസത്തിനോട് താല്പര്യമുള്ളവൻ, വിജയത്തിനോട് താല്പര്യമുള്ളവനാണ് വിഷ്ണു. മനസ്സിലായോ? ഈ മനുഷ്യ സമൂഹത്തെ വികസിപ്പിക്കുവാൻ താല്പര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ദൈവമാണ് വിഷ്ണു. ആ വികാസമാണ് വിഷ്ണുവിന്റെ അവതാരങ്ങളുടെ കഥ. ഇത് കേട്ടില്ലേ? മത്സ്യകൂർമ്മ വരാഹ നരസിംഹവാമന, പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ. കേട്ടില്ലേ? അവസാനം ഒരാൾ പേർക്കൊരു അയാളെ പറ്റിയ കൽക്കി എന്ന് പറഞ്ഞ സിനിമ കേട്ടോ. കൽക്കി ഉണ്ടല്ലോ. കൽക്കി എന്ന് പറഞ്ഞ സിനിമ ഇനി ഒരു 6000 കൊല്ലം കഴിഞ്ഞിട്ട് കൽക്കി അവതരിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നാ. അയാൾക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ആകെ അശ്വത്ഥാമാവേ ബാക്കിയുള്ളൂ. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. അശ്വത്ഥാമാവും കൽക്കിയും കൂടിയാണ് പരിശ്രമം നടത്തുന്നത്. അതാണ് കൽക്കി എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ കഥ ഇന്നലെ എൻ്റെ മോൻ കണ്ടിട്ട് എനിക്ക് പറഞ്ഞാൽ കൊട്ടാ പറഞ്ഞു. മനസ്സിലായി? അപ്പോ മത്സ്യം വെള്ളത്തിലെ ജീവൻ, കൂർമ്മം വെള്ളത്തിൽ കരയിലുള്ള ഉഭയജീവി ആമ കൂർമ്മം, പിന്നെ കാട്ടിലെ മൃഗം പന്നി വരാഹം, പിന്നെ മരത്തുമൊക്കെ ഇരുന്ന ജീവി മുഖം കണ്ട സിംഹം, ഉടൽ കണ്ട നരൻ നരസിംഹം. ആദ്യം മനുഷ്യരുണ്ടാക്കിയ ഉപകരണം മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതിരിക്കാനുള്ള കുറച്ച് ഇലകൾ മേലെ വെക്കുന്ന ഒരു കൊടയാണ് മനുഷ്യനുണ്ടാക്കി. അതാ ഓലക്കൊട. പ്രകൃതിയിലേക്ക് മനുഷ്യന്റെ ഇടപെടലിന്റെ ആരംഭം ഓലക്കൊടയിലാണ്. അതാ വാമനൻ. ആ കാലത്ത് എത്തുമ്പോഴേക്ക് എണ്ണം തുടങ്ങി. ഏഴിലമ്പാലക്ക് പണ്ട് 7 തന്നെയായിരുന്നു, ഒരു ഞെട്ടിലല്ല അല്ലേ? മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പും ഏഴിലമ്പാലക്ക് ഒരു ഞെട്ടിൽ 7 ആയിരുന്നല്ലോ അല്ല. പക്ഷെ അതിന് ഏഴിലമ്പാല 7 എണ്ണാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷമാണ് ഏഴിലം പാല പൂത്തു പൂമരങ്ങൾ കൂട നിവർത്തു വെള്ളിമലയിൽ വേളിമലയിൽ എന്ന് പാട്ടുണ്ടാക്കിയത്. എണ്ണാൻ തുടങ്ങി. വാമനന്റെ കാലത്താണ് അളക്കാൻ തുടങ്ങിയത്. ലീഗൽ മെട്രോളജി വന്നു, 3 അടി അളന്നു. പക്ഷെ ഇന്നത്തെ നിയമപ്രകാരമാണ് വാമന്റെ പേര് കേസെടുക്കാം. കാരണം തോന്നും പോലെ അളക്കാവോ? അതിനൊരു മാനദണ്ഡമില്ലേ? ഇത് ഒറ്റയടിക്ക് ഭൂമിയും 2ാമത്തെ അടിക്ക് സ്വർഗവും അളന്നിട്ട് 3ാമത്തെ ഇയാളെ തലയിൽ കാല് വെച്ചു. അതാണല്ലോ കഥ. അളവ് തൂക്കം വരിക വാമനൻ. പിന്നെയാണ് മനുഷ്യൻ ലോഹം കണ്ടുപിടിച്ചത്. ലോഹം കണ്ടുപിടിച്ചില്ലേ? ആ ലോഹത്തിൻ്റെ ഒരു പത്തിയും മരത്തിൻ്റെ ഒരു തള്ളിയിട്ടിട്ട് ചുമൽ വെച്ചിട്ട് ഈ മരം മുറിക്കാൻ തുടങ്ങിയ മനുഷ്യന്മാരെടുത്ത് താമസിക്കാൻ തുടങ്ങി. അതാ പരശുരാമൻ. ഈ മരത്തിൻ്റെ ഒരു പത്തിയും ഇരുമ്പിൻ്റെ പത്തിയും മരത്തിൻ്റെ തള്ളിയാണല്ലോ പരശു മഴു. പരശുരാമനെ കുറിച്ചൊരു പാട്ടുണ്ട്, അറിയാമോ? ഈ ദശാവതാരത്തെ പറ്റി. ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിലുണ്ട് മാധുരി പാടി അതിമനോഹരമായ പാട്ട്. കണ്ണാ കണ്ണാലില കണ്ണാ പാലാഴിത്തിരയിലൊഴുകും ആലില കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ് എൻ്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് എന്നൊരു പാട്ടിൽ